നമസ്കാരം. ഡൽഹിയിൽ ഉടൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേജ്രിവാളിന് ജയിലിൽ കിടന്ന് ഡൽഹി ഭരിക്കാനാകില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനുള്ള സൂചനയായാണ് കരുതുന്നത്. അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നും ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുമെന്ന് AAP നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേജ്രിവാൾ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ജലദൗർലഭ്യം പരിഹരിക്കാനും മൊഹല്ല ക്ലിനിക്കുകളിലെ സൗജന്യ മരുന്ന് വിതരണം ഉറപ്പാക്കാനുമുള്ള ഉത്തരവുകളായിരുന്നു ഇത്. നടപടിയിൽ വൻ പ്രതിഷേധമാണ് BJP ഉയർത്തിയത്. ഉത്തരവുകൾ നിയമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച ഗവർണർക്ക് പരാതിയും നൽകിയിരുന്നു. ഗവർണറുടെ നിലപാട് കൂടി വന്നതോടെ വിഷയം തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. അതേസമയം കേജ്രിവാൾ ഡൽഹിക്കാരെ സേവിക്കുന്നത് തടയാനാണ് BJPയുടെ ശ്രമമെന്ന് ആം ആദ്മി കുറ്റപ്പെടുത്തുന്നുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നതിൽ നിയമപ്രശ്നങ്ങളില്ലെന്നാണ് വിദഗ്ധർ പറഞ്ഞിരുന്നതും. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ED കസ്റ്റഡി നിയമവിരുദ്ധമാണെന്നും ഉടൻ മോചിപ്പിക്കണമെന്നുമുള്ള കേജ്രിവാളിന്റെ ആവശ്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഇടപെട്ടില്ല. കസ്റ്റഡി കാലാവധി ഇന്ന് തീർന്നതിനാൽ ഇന്ന് തന്നെ അദ്ദേഹത്തെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി നീട്ടാൻ ED ആവശ്യപ്പെട്ടേക്കും. മറുപടിക്ക് സമയം വേണമെന്ന EDയുടെ ആവശ്യം അനുവദിച്ച ജസ്റ്റിസ് സ്വരാന കാന്ത ശർമ്മ ഏപ്രിൽ 3 വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേസ് ഇനി മാറ്റിവെക്കില്ലെന്ന മുന്നറിയിപ്പും നൽകി. മറുപടിയുടെ ആവശ്യമില്ലെന്ന കേജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. ഹർജിയുടെ പകർപ്പ് ലഭിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയെ അറിയിച്ചിരുന്നു. അറസ്റ്റും വിചാരണ കോടതി ED കസ്റ്റഡിയിൽ വിട്ടതും ചോദ്യം ചെയ്ത കേജ്രിവാൾ സമർപ്പിച്ച ഹർജിയിലും ഉടൻ മോചിപ്പിക്കണമെന്ന ഇടക്കാല അപേക്ഷയിലും ഏപ്രിൽ 2 ED മറുപടി സമർപ്പിക്കണം. ഇതിന്റെ പകർപ്പ് കേജ്രിവാളിന്റെ അഭിഭാഷകന് നൽകണം. കോടതി നോട്ടീസ് EDയുടെ അഭിഭാഷകൻ കൈപ്പറ്റി. അതേസമയം മദ്യനയ കേസിലെ കോഴപ്പണം യഥാർത്ഥത്തിൽ ആരുടെ കൈവശമാണെന്ന് അരവിന്ദ് കേജ്രിവാൾ തെളിവ് സഹിതം ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 7 വരെ കേജ്രിവാളിനെ സന്ദർശിക്കാൻ ഭാര്യയ്ക്ക് കോടതി അനുമതി കൊടുത്തിരുന്നു. 250 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. നയാ പൈസ കണ്ടെത്തിയില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് 73,000 രൂപയാണെന്നും ഭാര്യ സുനിത വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി.